പറഞ്ഞു വയലൻസ് കൂടിയെന്ന് മാത്രമല്ല നേച്ചർ ഓഫ് വയലൻസ് മാറി. പണ്ട് ചെയ്യുന്ന പോലെയല്ല, നേച്ചർ കണ്ടില്ലേ? ഈ ചെറുപ്പക്കാരൻ 5 പേരെ 23 വയസ്സുകാരൻ കൊന്ന ക്രൈമിന്റെ നേച്ചർ, ഇത് സംഭവിക്കുന്നതിന് മുമ്പാണ് ഞാൻ ഈ സഭയിൽ പറഞ്ഞത്. നേച്ചർ ഓഫ് വയലൻസ് ചേഞ്ച് മാറി. എന്തും ചെയ്യാം, ആർക്കെതിരെ എന്തും ചെയ്യാം. നമുക്കിവിടെ ഞാൻ പറഞ്ഞു, നമുക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ സഭയിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോടോ പോലും പങ്കുവയ്ക്കാത്ത എത്രയോ കാര്യങ്ങൾ ഇതിൻ്റെ പുറത്തിൽ നടക്കുന്നു. എന്താണ് സംഭവിക്കുന്നത്? സ്കൂളുകളിൽ എന്താണ് സംഭവിക്കുന്നത്? ക്യാമ്പസുകളിൽ എന്താ ഒരു കോളേജ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വാർഡനില്ലേ? ഇയാൾ അറിയണില്ലേ 6 മാസമായിട്ട് നടക്കുന്നത്? വാർഡനെ പേടിപ്പിച്ച് വീട്ടിൽ വിടുവാണ്, നീ ഇവിടെ താമസിക്കരുതെന്ന് പറഞ്ഞു. വാർഡൻ എന്ന് പറയുന്ന ആൾ അധ്യാപകനല്ലേ? നമ്മളൊക്കെ ഹോസ്റ്റലിൽ പഠിച്ചിട്ടുള്ളതല്ലേ? നമ്മൾ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ ആ ഹോസ്റ്റലിലെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യാപകൻ ഹോസ്റ്റൽ വാർഡനായി അവിടെ ഉണ്ടാവില്ലേ? പ്രതിപക്ഷ ടൈം വേണം, അല്ല ഒരു 2-3 മിനിറ്റ് കുറച്ച് പെട്ടെന്ന് അവസാനിപ്പിക്കുക. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്? ഇപ്പൊ വാർഡനില്ലേ ഹോസ്റ്റലുകളിൽ? ഒരു ഓർഡർ വ്യാപകമായി ഹോസ്റ്റലുകളിൽ നടക്കുകയാണ്, ഡ്രഗ്സ് നടക്കുകയാണ്. ഒരു ഓർഡർ വ്യാപകമായി ഹോസ്റ്റലുകളിൽ നടക്കുകയാണ്, ഡ്രഗ്സ് നടക്കുകയാണ്, വയലൻസ് നടക്കുകയാണ്, റാഗിങ് നടക്കുകയാണ്. സർ, സപ്രസ് ചെയ്യാണ്. വളരെ അപൂർവം കേസുകളാണ് പുറത്തു വരുന്നത്. നിങ്ങൾ ഈ വരുന്ന കേസുകൾ മാത്രമല്ല, ഇഷ്ടംപോലെ കേസുകളുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവരുടെ റെപ്യൂട്ടേഷൻ ഭയന്ന് അവർ ഒളിച്ചു വയ്ക്കുകയാണ്, അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പോലീസിന് റിപ്പോർട്ട് ചെയ്താലല്ലേ പോലീസിന് കേസെടുക്കാൻ പറ്റുള്ളൂ. അവര് മൂടി വയ്ക്കുകയാണ്. PTA-യും ഇൻസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ് ഇനിയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇതെല്ലാം എന്തുകൊണ്ടാണ് നടക്കുന്നത്? നമ്മുടെ ഹോസ്റ്റലുകളിൽ ഒരു സംവിധാനം വേണ്ടേ? സ്കൂളുകളിൽ എന്താണ് നടക്കുന്നതെന്ന് വേണ്ടേ? പല അധ്യാപികമാർ ഉൾപ്പെടെ വന്ന്, ഇവിടെ ജലീൽ പറഞ്ഞതുപോലെ പല അധ്യാപികമാർ വന്ന് പറഞ്ഞു, വീട്ടിൽ നിന്ന് എൻ്റെ ഒരു അധ്യാപിക എന്നോട് വന്ന് പറഞ്ഞു, വീട്ടിൽ നിന്ന് നീ അച്ഛനെ വിളിച്ചുകൊണ്ട് വരണം എന്നൊരു കുട്ടിയോട് പറഞ്ഞു. അവൻ കണ്ണിലേക്ക് തറപ്പിച്ച് നോക്കി പറഞ്ഞു, കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും തള്ളയെന്ന് ചോദിച്ചു. തള്ള എന്ന് പറഞ്ഞ ഒരു മോശം പ്രയോഗമല്ല, ടീച്ചറെയാണ്. സ്വന്തം അമ്മയോട് പോലും പറയാൻ പാടാത്തതായ നിങ്ങൾ എന്ത് ചെയ്യും തള്ളയെന്ന് ചോദിച്ചു. അവര് ഭയന്നുപോയി. അവര് ഓടി ഒരു ഓട്ടോറിക്ഷ എടുത്തിട്ട് എൻ്റെ അടുത്തേക്ക് വന്നത്. ഇപ്പോഴല്ല, കുറച്ച് നാൾ മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്ന് ഇങ്ങനെ ചോദിക്കുന്നത് എന്ത് ചെയ്യുമെന്ന്. ഞാനാണ് സംസാരിച്ചത്. ഈ രീതിയിലാണ്. അത് കറക്റ്റാണ്. അധ്യാപകർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിന്റെ അപ്പുറത്തേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്കൂൾ ക്യാമ്പസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോളേജ് ക്യാമ്പസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കുട്ടികളെ ഇങ്ങനെ ഇവർക്ക് നമ്മൾ വിട്ടുകൊടുക്കില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, നമ്മുടെ കുട്ടികളെ ഇങ്ങനെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ സാധനമൊക്കെ കഴിച്ചാൽ മരണത്തിലേക്കുള്ള യാത്രയാണ്, തിരിച്ചു വരില്ല. ഏത് വീട്ടിലെ കുഞ്ഞായാലും എന്താ, നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയല്ലേ? ഇതിൽ പ്രതിയായ കുഞ്ഞും ആക്രമണത്തിന് ഇരയായ കുഞ്ഞും എല്ലാം ഒരുപോലെയല്ലേ? എല്ലാവരും പോവല്ലേ? ഒരുത്തനെ കൊന്നാലും കൊല്ലാൻ നിന്നവനും ഒക്കെ ജീവിതം നശിപ്പിക്കുകയല്ലേ? കുറെ കൂടി സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ നമുക്കുണ്ടാകണം. അതാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ ഞങ്ങൾ മുഖ്യമന്ത്രിയെ ഞങ്ങൾ കോർണർ ചെയ്യും. മുഖ്യമന്ത്രിയാണ് ഇത് ചെയ്യേണ്ടത്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ആള്, പ്ലാൻ തയ്യാറാക്കേണ്ട ആള്. പോലീസിനെയും എക്സൈസിനെയും സംസ്ഥാനത്തെ വോളണ്ടിയർ ഏജൻസികളെയും സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളെയും പ്രതിപക്ഷത്തെയും പൊളിറ്റിക്കൽ പാർട്ടികളെയും വോളണ്ടിയർ സംഘടനകളെയും സാംസ്കാരിക പ്രസ്ഥാനങ്ങളെയും സെലിബ്രിറ്റികളെയും എല്ലാവരെയും ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് ഒരു വശത്ത് നടക്കുകയും മറുവശത്ത് വിട്ടുവീഴ്ചയില്ലാത്ത, ഞാൻ ഒരു വാക്കുകൂടി ചേർക്കുന്നു, പൊളിറ്റിക്കൽ പേട്രണേജ് ദയവ് ചെയ്ത് കൊടുക്കരുത്. ഒരു കാര്യം പറഞ്ഞു, ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞു. ഞാൻ അന്ന് ഏറ്റവും ശക്തമായി കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രിയെ ഞാൻ ശക്തിയായി എതിർത്തത്, ഈ നവകേരള സദസ്സ് നടക്കുമ്പോൾ ആളുകളുടെ തല അടിച്ചു പൊട്ടിച്ചപ്പോൾ ഈ പോലീസ് കേസെടുത്തു, വധശ്രമത്തിന് കേസെടുത്ത ആ പോലീസ് വധശ്രമത്തിന് കേസെടുത്ത കേസിൽ മുഖ്യമന്ത്രി പറഞ്ഞൊരു രക്ഷാപ്രവർത്തനമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഇതുപോലൊരു വധശ്രമത്തിന് കേസെടുത്ത കുറ്റവാളികൾ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ് എന്ന് അങ്ങ് പറയുമ്പോൾ പോകുന്ന മെസ്സേജ് എന്താ?